ദേവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. തൻ്റെ ലോഹയിൽ നിന്നും 2 ചെറിയ വെള്ളിക്കുരിശുകൾ പുറത്തെടുത്ത് അതിൽ മനസ്സിൽ ദൈവനാമം പറഞ്ഞ് ചുംബിച്ചു. 2 കല്ലറകളുടെ മുകളിലും അത് ചേർത്ത് വെച്ചു. കലുഷിതമായ അന്തരീക്ഷത്തിന് താൽക്കാലിക വിരാമമായി. തൽക്കാലം കുറച്ചുനേരം ഈ കല്ലറയ്ക്കുള്ളിൽ ശാന്തമായി അവരുറങ്ങട്ടെ. ഇതൊരു താൽക്കാലിക ബന്ധനമാണ്. എനിക്ക് റബേക്കയോടാണ് സംസാരിക്കേണ്ടത്. അവൾക്ക് കർത്താവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിത്യവിശ്രമം കൊള്ളുവാൻ എന്താണ് തടസ്സമെന്നറിയണം. എന്തിനു വേണ്ടിയാണ് അവൾ അലയുന്നത് എന്നെനിക്കറിയണം. ഫാദർ, ഞാൻ ഈ വീട്ടിലുള്ളവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ 2 കല്ലറകൾ ഇവിടെയുള്ളതായി അറിയില്ലായിരുന്നു. ആരാണ് ദേവനോട് സംസാരിച്ചത്? മേരി എന്നു പേരുള്ള 17 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി. പിന്നെ വൃദ്ധനും അവശനുമായ അവളുടെ മുത്തച്ഛൻ റാഫേൽ. റബേക്കയും അവളുടെ മുത്തച്ഛൻ ആന്ത്രയോസ് യോഹന്നാനുമായിരുന്നു അവർ. ആ ആത്മാക്കളാണ് ദേവനോട് സംസാരിച്ചിരുന്നത്. അവർ വീടിന് പുറത്തു വെച്ചാണോ സംസാരിച്ചത്? വീടിൻ്റെ വാതിൽപ്പടിയിലാണ് ഞാൻ അവരെ കാണാറുള്ളത്. വാതിൽപ്പടിയിൽ അവർ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അതിനകത്ത് 2 കല്ലറകളുള്ള കാര്യം ദേവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. ഞാൻ നൽകിയ റോസാപ്പൂക്കളും വാച്ചും ആ കല്ലറയിലിരിപ്പുണ്ട്. എന്നോട് സംസാരിച്ചിരുന്നത് ആത്മാക്കളായിരുന്നോ? അതെ, സത്യത്തിൽ അവർ ദേവനെ നിരീക്ഷിക്കുകയായിരുന്നു. ദേവന്റെ സ്വഭാവം അവർക്കിഷ്ടപ്പെട്ട് കാണണം. അതാണ് ഒരിക്കലും അവർ ദേവനെ ഉപദ്രവിക്കാതിരുന്നത്. എത്രയോ രാത്രികളിൽ ദേവന്റെ മുറിയിൽ അവൾ നിശബ്ദമായി വന്നിരിക്കാം. ദേവനത് അറിഞ്ഞിരിക്കില്ല, അഥവാ അവൾ അറിയിച്ചില്ലായിരിക്കും. ഇതെല്ലാം കേട്ട് ഭയം തോന്നുന്നുണ്ട്. അങ്ങ് കൂടെയുള്ളതാണ് എൻ്റെ ധൈര്യം. കർത്താവ് കൂടെയുള്ളതാണ് എൻ്റെ ധൈര്യം. അലോഷി പുഞ്ചിരിച്ചു. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. പറയൂ, ഈ കല്ലറകൾ ഇവിടെ കാണണമെങ്കിൽ ഇത് ഡാനിയുടെ വീടല്ലേ? തീർച്ചയായും ഇത് ഡാനിയുടെ വീടായിരിക്കും. ഡാനി ശവങ്ങൾ മറവ് ചെയ്തുവെന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ അതിനു മുകളിൽ ഈ കറുത്ത കല്ലറകൾ കെട്ടിപ്പൊക്കിയത് ആരാണ്? ആരാണിവർക്ക് വേണ്ടി കല്ലറയുണ്ടാക്കിയത്? ന്യായമായ ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞല്ലോ, കഥ ഇനിയും കഴിഞ്ഞിട്ടില്ല ദേവൻ. അടിയന്തരാവസ്ഥ കഴിഞ്ഞിറങ്ങിയ ജോണിന്റെ പുസ്തകത്തിൽ അയാളുടെ സുഹൃത്ത് സാമുവലിന്റെ മരണം മാത്രമല്ല കുറിച്ചിട്ടുള്ളത്, മറ്റു ചിലതുകൂടി ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? റബേക്കയെ ക്രൂരമായി നശിപ്പിച്ചു കൊന്ന വിൻസെന്റ് ലൂയിസിന്റെ കൂട്ടുകാർ ഓരോരുത്തരായി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. എന്നാൽ വിൻസെന്റ് ലൂയിസിന് അപകടമൊന്നും പറ്റിയില്ല. എന്നാൽ റബേക്ക നൽകിയ ശിക്ഷയായിരുന്നു അത്. തന്റെ കൂട്ടുകാർ ഓരോരുത്തരും കൊല്ലപ്പെടുമ്പോൾ അയാൾ വല്ലാതെ ഭയന്നു. വിൻസെന്റ് ലൂയിസ് ബംഗ്ലാവിൽ ഒറ്റയ്ക്കായി. അയാൾ ആരോടും സംസാരിക്കാതെയായി. ഭയം അയാളെ വേട്ടയാടി. ഉറക്കം നഷ്ടപ്പെട്ടു. ചില വൈദികരുടെ അഭിപ്രായമനുസരിച്ച് റബേക്കയുടെ ആത്മാവിന്റെ സാമീപ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ റബേക്കയുടെയും ആന്ത്രയോസിന്റെയും കല്ലറകൾ കെട്ടിപ്പൊക്കി. ബംഗ്ലാവ് വെഞ്ചരിപ്പ് ചെയ്തു. എന്നിട്ടും അയാളെ മരണഭയം വിട്ടകന്നില്ല. വിൻസെന്റ് അവസാന നാളുകളിൽ പല ഡോക്ടർമാരെയും കണ്ടിരുന്നുവെന്ന് ജോൺ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊന്നും വിൻസെന്റിന്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല. ഭയത്താൽ ഉറക്കം നഷ്ടപ്പെട്ട അയാൾ വൈകാതെ പൂർണ്ണമായും ഒരു മാനസിക രോഗിയായി മാറി. ബംഗ്ലാവിന്റെ മുകളിൽ നിന്നും അയാൾ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണുണ്ടായതത്രേ. ഓ, എങ്കിൽ 8 വർഷം മുൻപ് ജോൺ കുട്ടി അന്നത്തെ എസ്റ്റേറ്റ് മാനേജറെ കൊന്നതിന് ഒരു പുകമറയുണ്ടാക്കാനായിരിക്കും റബേക്കയെ ആരോ അവളുടെ ഡയറിയിൽ തളച്ചത്. എല്ലാവരുടെയും മുന്നിൽ നെൽസന്റെ മരണത്തിന് കാരണം റബേക്കയായി, അല്ലേ? ആയിരിക്കാം. ദേവൻ പറഞ്ഞത് പ്രകാരം ജോൺ കുട്ടിയാണ് നെൽസനെ കൊന്നതെങ്കിൽ റബേക്കയെ മുൻനിർത്തി അയാൾ ആ കൊലപാതകത്തിൽ കുറ്റക്കാരനല്ലെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. നെൽസനെ കൊന്നത് ജോൺ കുട്ടിയാണെന്ന് അയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ പറയുന്നത് തെരുവുപട്ടിയുടെ ആക്രമണത്തിലാണ് നെൽസൺ കൊല്ലപ്പെട്ടതെന്നാണ്. അയാൾ അങ്ങനെ തോട്ടം പണിക്കാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കാണും. എന്നാൽ അവരെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ ഏതോ വൈദികനെ കൊണ്ടുവന്ന് ബംഗ്ലാവിൽ ചില കർമ്മങ്ങൾ ചെയ്ത് അവളെ ബന്ധിച്ചു. പണിക്കാരെ വിശ്വസിപ്പിക്കാൻ ചെയ്തതായിരിക്കും അത്. പക്ഷേ അന്ന് വന്ന വൈദികൻ
റബേക്കയെ ബന്ധിച്ചു. അതാണ് സംഭവിച്ചത്. വൈദികൻ തന്നെയാണോ റബേക്കയെ ബന്ധിച്ചത്? ഡയറിയിൽ വെള്ളിക്കുരിശ് ചേർത്ത് വെച്ച് ചുവന്ന ചരടിൽ ഡയറി കെട്ടിയിരുന്നു എന്ന് ദേവൻ പറഞ്ഞതിൽ നിന്നും അവളെ ബന്ധിച്ചത് ആരാണെന്ന് എനിക്കറിയാം. ആരാണ് അത് ചെയ്തിരിക്കുന്നത്? ഫാദർ ഡൊമിനിക് ആയിരിക്കും. ആ രീതിയും ശൈലിയും എന്നോളം ആർക്കും അറിയില്ല. ആത്മാവിനോട് സംസാരിക്കാതെ അവളെ ബന്ധിക്കുന്നു, എന്നേക്കുമായി. സത്യത്തിൽ അത് തെറ്റാണ്. എന്നെ ദേവൻ കാണാൻ വന്നതു മുതൽ ഫാദർ ഡൊമിനിക് കാണിച്ചിരുന്ന എതിർപ്പ് ചുമ്മാതല്ലായിരുന്നു. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് അയാൾ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക. ഞാൻ റബേക്കയുമായി സംസാരിക്കാൻ പോവുകയാണ്. ദേവനും സ്റ്റീഫനും പുറത്തേക്കിറങ്ങി നിന്നു. ഫാദർ അലോഷി റബേക്കയുടെ കല്ലറയുടെ മുകളിലെ വെള്ളിക്കുരിശെടുത്തു മാറ്റി. നായ്ക്കളുടെ ഓരിയിടലിനൊപ്പം മരങ്ങൾക്ക് കാറ്റുപിടിച്ചു. റബേക്ക, വിത്ത് ദ നെയിം ഓഫ് ജീസസ്, ഐ വോണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കണം കുഞ്ഞെ. കല്ലറയിൽ നിന്ന് ഞരക്കങ്ങൾ കേൾക്കാൻ തുടങ്ങി. പുറത്ത് തണുത്ത കാറ്റിലും ദേവൻ നല്ല പോലെ വിയർത്തിരിക്കുന്നു. വേക്ക് അപ്പ് റബേക്ക, എനിക്ക് നിന്നോട് സംസാരിച്ചേ മതിയാകൂ. എന്നാൽ മറുപടി ഉണ്ടായില്ല. ആ വീടിന്റെ വാതിലുകൾ കാറ്റിൽ ശക്തമായി അടയുകയും തുറക്കുകയും ചെയ്തു. അവളുടെ പ്രതിഷേധമായിരുന്നു അത്. ഒടുവിൽ ഫാദർ അലോഷി തൻ്റെ കയ്യിലെ വെള്ളിക്കുരിശ് ആ കല്ലറയ്ക്ക് മേൽ വീണ്ടും വെച്ചു. അതോടെ കാറ്റും നായ്ക്കളുടെ ഓരിയിടലും നിലച്ചു. ഫാദർ അലോഷി വാതിലടച്ചുകൊണ്ട് പുറത്തിറങ്ങി. അവളുടെ മനസ്സ് എന്തിനോ വേണ്ടി തുടിക്കുകയാണ്. അവൾ ഇനിയും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി എന്തു ചെയ്യും ഫാദർ? ആ വെള്ളിക്കുരിശ് കല്ലറയ്ക്ക് മുകളിൽ ഇരിക്കുന്നിടത്തോളം അവൾക്ക് ആരെയും പിന്തുടരാൻ കഴിയില്ല. പക്ഷേ അതെൻ്റെ രീതിയല്ല. ഞാനൊരു മന്ത്രവാദിയല്ല. എൻ്റെ ഗുരുക്കന്മാർക്ക് കീഴിൽ ഞാൻ വർഷങ്ങളോളം പഠിച്ചത് ആ രീതിയല്ല. ആത്മാവിന് പറയാനുള്ളത് കേട്ടേ മതിയാകൂ. അല്ലെങ്കിൽ ആ ബന്ധനം ഒരു പാപമായി തീരും. റബേക്കയ്ക്ക് ഫാദറിനോട് സംസാരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? തിരയടിക്കുന്ന അവളുടെ മനസ്സിനെ ശാന്തമാക്കണം, മൃദുവാക്കണം. അവൾക്ക് പ്രായം 17. ആ മനസ്സിൽ പ്രണയമുണ്ടായിരിക്കും. നിശ്ചയമായും ഞാൻ അവളുമായി സംസാരിക്കും. ആത്മാക്കളോട് സംസാരിക്കുന്നതിൽ ഫാദർ അലോഷിക്കുള്ള കഴിവും താല്പര്യവും ദേവന് മനസ്സിലായി. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഫാദർ? ഡാനി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ എന്ന് തീർപ്പാക്കണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ ഇവിടെ കൊണ്ടുവരണം, റബേക്കയുടെ കല്ലറയ്ക്ക് മുന്നിൽ. മരണപ്പെട്ടെങ്കിൽ ഡാനിയെ അടക്കം ചെയ്തിടത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്ത് റബേക്കയുടെ കല്ലറയ്ക്ക് മുകളിൽ വിതറണം. നിസ്സാരമായ കാര്യമല്ലെന്നറിയാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ദേവന് കഴിയുമോ ഡാനിയുടെ സത്യമറിയാൻ? ഞാനിവിടെ നിൽക്കുന്നത് പോലും എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല. എല്ലാം വിധിയാണ്, നിയോഗങ്ങൾ. ഡാനിയെ കണ്ടെത്താനാണ് എൻ്റെ നിയോഗമെങ്കിൽ ഞാൻ അയാളെ കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാം, പോകാം. ഡാനിയും അയാളുടെ അമ്മയും പോയത് എഴുത്തുകാരനായ സാമുവലിൻ്റെ കൊച്ചിയിലുള്ള വീട്ടിലേക്കാണെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് അവിടെയാണ്. ഫാദറിൻ്റെ മൊബൈൽ നമ്പർ എനിക്ക് വേണം. ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. പള്ളിയിലെ നമ്പർ സ്റ്റീഫൻ പറഞ്ഞു തരും. ഫാദർ സ്റ്റീഫനെ നോക്കി. സ്റ്റീഫൻ, ഡാനിയെക്കുറിച്ച് അറിയുന്നതിന് ദേവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കൂടെയുണ്ടാകണം. ഇത് നമ്മുടെ ആവശ്യമാണ്, ദേവന്റെ മാത്രം കാര്യമല്ല. ഉണ്ടാകും ഫാദർ. സ്റ്റീഫൻ തൻ്റെ മൊബൈൽ നമ്പർ ദേവന് നൽകി. അവർ അവിടെ നിന്നും പുറത്തിറങ്ങി. വളരെ ശാന്തമായ അന്തരീക്ഷം. ആ വെള്ളിക്കുരിശിന്റെ ശക്തിയിൽ ആ 17 വയസ്സുകാരിയുടെ ആത്മാവ് കല്ലറയിൽ മയങ്ങുകയായിരുന്നു. എസ്റ്റേറ്റിൽ നിന്നും അവർ പുറത്തു കടന്നു. സ്റ്റീഫൻ അവരുമായി ദേവന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കാറിലെ കുപ്പിവെള്ളമെടുത്ത് രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള ഗുളിക കഴിച്ച് ഫാദർ അലോഷി മയക്കത്തിലായി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടി ഉണർന്നു. ഡാനി മരിച്ചിട്ടില്ല. ഇല്ല, അയാൾ മരിച്ചിട്ടില്ല. എൻ്റെ മനസ്സ് പറയുന്നു അയാൾ മരിച്ചിട്ടില്ല. അത് സത്യമാണ്, അത് സത്യമാണ്. ദേവനും സ്റ്റീഫനും അത് കേട്ട് തിരിഞ്ഞു നോക്കി. ദേവന്റെ വീടെത്തി. ഫാദർ, ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. ഔപചാരികതയുടെ ആവശ്യമില്ല കുഞ്ഞെ.
പിന്നീടാകട്ടെ എത്രയും വേഗം പള്ളിയിലെത്തണം. അവർ മുട്ടമ്പലത്തെ സെന്റ് ജോർജ് പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. അച്ചോ, നേരം എത്രയായി? ഇന്ന് രാത്രി സെമിത്തേരിയിൽ ആത്മാക്കളോട് സംസാരിക്കാൻ നിൽക്കാതെ അച്ഛൻ വേഗം ഉറങ്ങണം. ഫാദർ ചിരിച്ചു. ഉറങ്ങാതെ കട്ടിലിൽ ചരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനേക്കാൾ നല്ലത് സെമിത്തേരിയിൽ ഉറക്കമില്ലാത്തവരോട് സംസാരിച്ചിരിക്കുന്നതല്ലേ. ദേവൻ വീട്ടിലേക്ക് കയറി. മീനാക്ഷിയും സുഭദ്രയും ദേവൂട്ടിയും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ദേവനെ കണ്ട് സുഭദ്ര ചോദിച്ചു, എന്തായി? എന്താകാൻ? ഇതിനൊരു തീർപ്പുണ്ടാകാതെ ഇനി പിന്മാറാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ദേവേട്ടൻ കൈകഴുകി വന്ന് ഊണ് കഴിക്ക്. ഞാൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ. ദേവൻ കുളിച്ചു വന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരു കോൾ ദേവന് വന്നു. ജോർജ് ഈപ്പൻ. ദേവാ, ഒരു സന്തോഷവാർത്ത പറയാൻ വിളിച്ചതാണ്. ഇന്നേക്ക് 7-ാം ദിവസം ഞാൻ കൊച്ചിയിലെത്തും. വീട്ടുകാരുടെ കൂടെ ഇനിയുള്ള 7 ദിവസം നീ ആഘോഷിക്കണം. കണ്ണ് നിറയെ നീ അവരെ കാണണം. മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധം ഞാൻ അവരെ ശിക്ഷിക്കും. നീ കാരണം നിന്റെ അമ്മയും പെങ്ങളും മീനാക്ഷിയും മുത്തശ്ശിയും എല്ലാവരും അനുഭവിക്കാൻ പോകുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 7 ദിവസങ്ങൾ മാത്രം, വെറും 7 ദിവസങ്ങൾ. അവർക്ക് വേണ്ടി കരയാൻ പോലും ഞാൻ നിന്നെ അനുവദിക്കില്ല. ജീവനോടെ നിന്റെ ഹൃദയം ഞാൻ അറുത്തെടുക്കും. ദേവൻ പല്ലുകടിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു. ആരാ വിളിച്ചത്? മീനാക്ഷി ചോദിച്ചു. മീനാക്ഷി വ്യാകുലതയോടെ ദേവന്റെ മുഖത്തേക്ക് നോക്കി. അതൊരു റോങ് നമ്പറാ. ദേവൻ ഭാവവ്യത്യാസമില്ലാതെ അത്താഴം കഴിച്ച് എഴുന്നേറ്റു. കിടക്കാൻ നേരം മീനാക്ഷി ദേവന്റെ അടുത്തേക്ക് വന്നു. അവളെ ഒഴിവാക്കാൻ പറ്റില്ലേ ദേവേട്ടാ? പറ്റുമെന്ന് കരുതുന്നു. എനിക്ക് ഫാദർ അലോഷിയിൽ വിശ്വാസമുണ്ട്. എന്നാൽ ഒരാളെ എനിക്ക് കണ്ടെത്തിയേ മതിയാവൂ. ആരെ? ഡാനിയെ. റബേക്കയെ പ്രണയിച്ച ഡാനി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ദേവൻ കാര്യങ്ങൾ മീനാക്ഷിയോട് വിശദീകരിച്ചു. എന്നാൽ ഡാനിയുടെ പഴയ വീട്ടിൽ കണ്ട 2 കല്ലറകളുടെ കാര്യം ദേവൻ മീനാക്ഷിയോട് പറഞ്ഞില്ല. അതറിഞ്ഞാൽ മീനാക്ഷി ഉറങ്ങില്ലെന്ന് ദേവൻ അറിയാമായിരുന്നു. അവരെഴുത്തുകാരൻ സാമുവലിന്റെ വീട്ടിലേക്കാണ് പോയതെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാൽ അറിയില്ലേ ഡാനിയുടെ കാര്യം? 46 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. നടക്കുമെന്നറിയില്ല. പോയാലല്ലേ അറിയുള്ളൂ. നടക്കും, എല്ലാം ശരിയാവും. പ്രേതം, ആത്മാവ്, പൂജ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പുച്ഛമായിരുന്നു എനിക്ക്. ഞാൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. പുതിയ അനുഭവങ്ങൾ വരുംതോറും മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും. സത്യം തന്നെ. എനിക്കിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനറിയില്ല. എങ്കിലും ദേവേട്ടൻ പറഞ്ഞത് ശരിയാണ്. നാളെ ഡാനിയെ തേടി ഞാൻ പോകും. പുതിയ പുതിയ കഥാപാത്രങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണ് മാളൂട്ടി. അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു. ദേവൻ ഉറങ്ങുന്നതിനു മുൻപ് സ്റ്റീഫനെ വിളിച്ച് ഡാനിയെ തേടിയുള്ള നാളത്തെ യാത്രയെക്കുറിച്ച് സംസാരിച്ചു. രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന നേരം ദേവന്റെ വീട്ടുമുറ്റത്തേക്ക് സ്റ്റീഫൻ കാറുമായി വന്നു. വരൂ സ്റ്റീഫൻ ചേട്ടാ, ചായ കുടിച്ചിട്ടിറങ്ങാം. ഞാൻ കഴിച്ചിട്ടാ വന്നത്. ദേവൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ കഴിച്ചു, എങ്കിൽ നമുക്കിറങ്ങാം. ദേവൻ വീട്ടുകാരോട് യാത്ര പറഞ്ഞുകൊണ്ട് സ്റ്റീഫനോടൊപ്പം കാറിൽ കയറിപ്പോയി. എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ആ പോക്കു നോക്കി സുഭദ്ര പറഞ്ഞു. കാറിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ സാമൂലിന്റെ വീടറിയോ ചേട്ടന്? അഡ്രസ്സ് തപ്പിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഡാനിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കാതിരിക്കില്ല. പ്രായമായ ചിലരോട് വഴി ചോദിച്ചറിഞ്ഞ് അവർ കൊച്ചിയിലുള്ള സാമുവലിന്റെ വീടിന് മുൻപിലെത്തി. സാമാന്യം വലിപ്പമുള്ള ഒരു പുതിയ വീടാണത്. സാമുവലിന്റെ ചരിത്രമൊക്കെ പഴയ ആളുകൾക്കേ അറിയൂ. ഇപ്പോഴത് സാമുവലിന്റെ മകൻ മോൻസിയുടെ വീടാണ്. അവിടെ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടികൾക്ക് ഒരേ രൂപവും പ്രായവും. ഇരട്ടകളായിരിക്കണം. കൗമാരക്കാരികളാണ്. അപ്പച്ചന് വിടില്ലേ? മോൻസിയുടെ ഭാര്യ ആലീസ് അവർക്ക് മുൻപിലേക്ക് വന്നു. ഇല്ല, ജോലിക്ക് പോയി. എന്തേ? ആരാ? ഇത് സാമുവൽ എന്ന എഴുത്തുകാരന്റെ മകന്റെ വീടല്ലേ? അതെ, ഞങ്ങൾ ഒരാളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയതാണ്. നിങ്ങൾക്കറിയോന്നറിയില്ല. ഡാനി എന്നാണ് അയാളുടെ പേര്. ഡാനി പാപ്പനാണോ? ഡാനി എന്നൊരാൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മോൻസി ചായൻ പറയുമായിരുന്നു. അത് തന്നെ ആവാനാണ് സാധ്യത. മോൻസി ചായൻ എപ്പോഴാ വരിക? വരാൻ സന്ധ്യയാവും. കാണണമെങ്കിൽ സ്റ്റുഡിയോയിൽ ചെന്നാ മതി.
ഇവിടെ അടുത്താണോ? അതെ, ഇവിടെ നിന്ന് നേരെ പോയാ ഒരു കവല കാണാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ സ്റ്റുഡിയോ കാണാം. സാമുവൽ സ്റ്റുഡിയോ എന്നാണ് പേര്. നന്ദി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അവരവിടെ നിന്നും സ്റ്റുഡിയോയ്ക്ക് മുൻപിലെത്തി. വലിയ തിരക്കില്ലാത്ത ഒരു സ്റ്റുഡിയോ. ആരാ? എന്താണ്? മോൻസി ചേട്ടനല്ലേ? നിങ്ങൾ എന്റെ വീട്ടിൽ പോയിരുന്നോ? ഭാര്യ വിളിച്ചിരുന്നു. പോയിരുന്നു. തിരക്കില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കണമായിരുന്നു. അതിനെന്താ, വരൂ. മോൻസി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, ഞങ്ങൾക്ക് ഡാനിയെക്കുറിച്ചാണ് അറിയേണ്ടത്. ദേവൻ ഫാദർ അലോഷി പറഞ്ഞ കാര്യം മോൻസിയോട് സംസാരിച്ചു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഡാനി കൂടി വേണോ അത്രേ? ഓ, ഫാദർ അലോഷി, ഞാൻ അങ്ങനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വലിയ മനുഷ്യനല്ലേ. ഒന്നും കാണാതെ ഫാദർ അങ്ങനെ പറയില്ല. പക്ഷെ നിങ്ങൾ അന്വേഷിച്ചു വന്ന ഡാനി എന്റെ വീട്ടിലില്ല. പിന്നെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലേ? പറയാം. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. സ്വന്തമായി എഴുന്നേൽക്കാനോ എന്തിന് ഇരിക്കാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുകയാണ്. ഡാനി പാപ്പനും ആളുടെ അമ്മച്ചിയും കൂടി ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് തന്നാ വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. അന്നെനിക്ക് 7 or 8 വയസ്സ് പ്രായം കാണും. കുറെ കാലം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഡാനി പാപ്പൻ എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കാറ്. ആൾക്ക് തീരെ വയ്യായിരുന്നു. പോലീസുകാർ നല്ലപോലെ ഇടിച്ച് എല്ലൊക്കെ നുറുക്കിയിട്ടാത്രേ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. 8 വർഷത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് നാട്ടുവൈദ്യവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കുറച്ച് ഭേദമായിട്ട് വരുന്നതിനിടയ്ക്ക് അമ്മച്ചി മരിച്ചു. അതോടെ ആള് ഭക്ഷണമൊന്നും കഴിക്കാതെയായി. പതിയെ ചുമര് പിടിച്ച് നടന്നിരുന്ന ആൾക്ക് ഒരടി നടക്കാൻ കഴിയാതെയായി. സംസാരിക്കാൻ പലതും ആൾക്കുണ്ടായിരുന്നിരിക്കണം. ഊമയായതുകൊണ്ട് ആർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആളെ ഇവിടെ നിന്നും ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ശരണാലയത്തിലേക്ക് ചില അച്ഛന്മാര് കൊണ്ടുപോയി. പിന്നെ അന്നു മുതല് ആൾ അവിടെയായി താമസം. അവര് നല്ലപോലെ നോക്കുന്നുണ്ട്. ഇപ്പം വർഷം കുറേയായി. സ്വബോധമുണ്ട്. പക്ഷേ തലയും വലതുകൈയും ഒഴികെ എല്ലായിടവും തളർന്നു. പോയാ കാണാൻ പറ്റുമോ? ശരണാലയത്തിലേക്കോ? അതെ, കാണാൻ കഴിയും. ഞാനിടയ്ക്കൊക്കെ പോയി കാണാറുണ്ട്. എവിടെയാണ് ഈ ശരണാലയം? മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്ത് സ്നേഹദീപം എന്നൊരു കെട്ടിടം കാണാം. താങ്ക്സ്. ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി. അവർ ശരണാലയത്തിലെത്തി. വളരെ ശാന്തമായ ചുറ്റുപാട്. വലിയൊരു കെട്ടിടം. അതിനു മുന്നിൽ മനോഹരമായ ഒരു പൂന്തോട്ടം. മുറ്റം നിറയെ വൃദ്ധരാണ്. അവർ ചെടികളിലെ പഴുത്ത ഇലകൾ വെട്ടിക്കളയുന്നു. അടുത്തുള്ള മീൻകുളത്തിൽ വലിയ 4 കോയി മത്സ്യങ്ങളുണ്ട്. പൂന്തോട്ടത്തിനരികിൽ നിശബ്ദത പാലിക്കുക എന്നൊരു ബോർഡ് കാണാം. ആ ബോർഡിലിരുന്നു കൊണ്ട് 2 മൈനകൾ ചിലയ്ക്കുന്നുണ്ട്. ദേവനും സ്റ്റീഫനും പതിയെ നടന്നു നീങ്ങുന്ന ആ വൃദ്ധജനങ്ങൾക്കിടയിലൂടെ ശരണാലയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന കവാടത്തിനരികിലെത്തി. യൂണിഫോം അണിഞ്ഞ 2 സെക്യൂരിറ്റി ജീവനക്കാരുണ്ടവിടെ. അവരോട് സംസാരിച്ചുകൊണ്ട് ശരണാലയത്തിന്റെ ചുമതലക്കാരനായ ഫാദർ തോമസ് വേലിപ്പറമ്പലിനെ കണ്ടു. അവർ വന്ന കാര്യം പറഞ്ഞു. 75കാരനായ ഫാദർ തോമസ് ശാന്തമായി അവർ പറഞ്ഞതെല്ലാം കേട്ടു. ഫാദർ അലോഷി പറഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ്, സ്റ്റീഫൻ പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്ന ഡാനി ഇവിടെയുണ്ട്. പക്ഷെ ആളുടെ കണ്ടീഷൻ മോശമാണ്. തളർന്നു കിടക്കുന്ന ആളെ ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ വിടും? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയോ? അതിന് തടസ്സമില്ല. എന്റെ കൂടെ വരൂ. ഫാദർ തോമസ് അവരുമായി ആ ശരണാലയത്തിന്റെ ഉള്ളറകളിലേക്ക് നടന്നു പോവുകയാണ്. ഒരു നീണ്ട വരാന്ത കഴിഞ്ഞുള്ള മുറിയിൽ അവർ ഡാനിയെ കണ്ടു. ആ 67കാരൻ നിവർന്നു കിടക്കുന്നു. അയാൾക്ക് അഭിമുഖമായ ചില്ലുജാലകത്തിന്റെ അടിവശം ന്യൂസ് പേപ്പർ കൊണ്ട് മറച്ചിട്ടുണ്ട്. ആള് മയക്കത്തിലാണ്. തലയ്ക്കും വലതു കൈക്കും മാത്രമേ ചലനശേഷിയുള്ളൂ. വർഷമേറെയായി ഈ കിടത്തം. അടിയന്തരാവസ്ഥയുടെ ജീവിച്ചിരിക്കുന്ന സ്മാരകം. പുറം പഴുത്ത് വീണ്ടും പൊട്ടാതിരിക്കാൻ നിത്യവും കുളിപ്പിച്ച് പൗഡറിടും. ആ ജനാലയുടെ ഗ്ലാസിൽ എന്തിനാണ് ന്യൂസ് പേപ്പർ കൊണ്ട് മറച്ചിരിക്കുന്നത്? കുറച്ചു ദിവസമായി ഒരു പ്രാവ് ഇടയ്ക്കിടയ്ക്ക് ആ ഗ്ലാസ്സിൽ വന്ന് കൊത്തിയിട്ട് പോവും. ചിലപ്പോ സ്വന്തം രൂപം ഗ്ലാസ്സിൽ കണ്ടിട്ടാവും. ദേവൻ സ്റ്റീഫനെ നോക്കി. എത്ര ദിവസമായി ആ പ്രാവ് വരുന്നു? അതെങ്ങനെ കൃത്യമായി പറയാൻ പറ്റും? 1-2 മാസമായി കാണും. പേപ്പർ വെച്ചിട്ടും ആ പ്രാവ് ഇവിടെ വരുമായിരുന്നു. എന്നാൽ ഇന്ന് വന്നിട്ടില്ലാന്ന് തോന്നുന്നു.
ഞങ്ങൾ ഡാനി ചാച്ചനെ കൊണ്ടുപോയ കാര്യം കഴിഞ്ഞ് ഉടനെ കൊണ്ടുവരാം. ഫാദർ ദയവ് ചെയ്ത് അനുവദിക്കണം. എങ്ങനെ അനുവദിക്കാൻ കഴിയും? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ആളിന്റെ അവസ്ഥ? റബേക്കയുടെ ഡാനിയാണ് ഫാദർ ഈ കിടക്കുന്നത്. അവർക്കിടയിൽ നമ്മൾ തടസ്സം നിൽക്കണോ? അപ്പോഴാണ് ഫാദർ തോമസ് ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ശ്രദ്ധിച്ചത്. ഡാനി, നീ അറിയുമോ റബേക്കയെ? ഡാനിയുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ പ്രവഹിച്ചു. നിനക്ക് ഇവരുടെ കൂടെ പോകണമെന്നുണ്ടോ ഡാനി? ഉണ്ടെങ്കിൽ കണ്ണൊന്നടയ്ക്കാമോ? ഡാനി കണ്ണുകൾ അടച്ചു തുറന്നു. ഫാദർ തോമസ് ദേവനെ നോക്കി. വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് എന്റേത്. ജോലിയായിട്ട് ഞാൻ കാണാറില്ല, അതൊരു സേവനമാണ്. ഇവിടെയുള്ളവരാരും അനാഥരല്ല, എന്റെ സഹോദരങ്ങളായി ഞാൻ കാണുന്നു. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. എങ്കിലും ഈ അവസ്ഥയിൽ ഡാനിയെ കൊണ്ടുപോകാൻ നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടും. ഞങ്ങളുടെ ബുദ്ധിമുട്ട് നോക്കണ്ട, അതൊരു ബുദ്ധിമുട്ടല്ല ഫാദർ. എനിക്ക് ഫാദർ അലോഷ്യമായി ഒന്ന് സംസാരിക്കണം. സ്റ്റീഫൻ നൽകിയ പള്ളിയിലെ നമ്പറിലേക്ക് വിളിച്ച് ഫാദർ തോമസ് ഫാദർ അലോഷ്യയുമായി സംസാരിച്ചു. കർത്താവ് നിശ്ചയിച്ചത് നമുക്ക് തടയാനാകുമോ ഫാദർ? വിധി നടപ്പിലാവട്ടെ. അതെ, അങ്ങ് വെറും വാക്ക് പറയില്ല എന്നറിയാം. ഞാൻ ഡാനിയെ ഇവരുടെ കൂടെ അയക്കാം. ഒരു ആംബുലൻസും അയക്കുന്നുണ്ട്. പെട്ടെന്ന് വൈദ്യസഹായം വേണ്ടി വന്നാൽ ഉപകരിക്കും. അങ്ങനെയാവട്ടെ, നന്ദി. ഫാദർ അലോഷി ദേവനെ വിളിച്ച് പീറ്റേഴ്സൺ ബംഗ്ലാവിൽ നിന്നും മാറിയുള്ള ആ കുറ്റിക്കാട്ടിലെ വീട്ടിലേക്ക് ഡാനിയെയും കൂട്ടി വരാൻ പറഞ്ഞു. ഡാനിയെ കൊണ്ടുപോയത് ആംബുലൻസിലാണ്. ഡാനി നിവർന്നു കിടന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. മുന്നിൽ സ്റ്റീഫന്റെ കാറുണ്ട്. രാത്രി ഏറെ വൈകിയാണ് അവർ പീറ്റേഴ്സൺ ബംഗ്ലാവിൽ എത്തിച്ചേർന്നത്. ആംബുലൻസിലുള്ളവർ ഡാനിയെ സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ട് എടുത്തുകൊണ്ട് പോകുകയാണ് അയാളുടെ ആ പഴയ കൊച്ചു വീട്ടിലേക്ക്. ദേവനും സ്റ്റീഫനും മുൻപേ നടക്കുന്നുണ്ട്. തുറന്നു കിടക്കുന്ന ആ പഴകി ദ്രവിച്ച ഡാനിയുടെ കൊച്ചു വീട്ടിൽ ഫാദർ അലോഷി നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഡ്രൈവറായിരുന്നിരിക്കണം. അയാൾ കല്ലറകൾക്ക് മുകളിലേക്ക് ടോർച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. നറുനിലാവിൽ കല്ലറയ്ക്ക് മുകളിലെ ദേവന്റെ വാച്ചും വെള്ളിക്കുരിശുകളും തിളങ്ങി. ഡാനിയെ ആംബുലൻസിലുള്ളവരും ദേവനും സ്റ്റീഫനും കൂടി ആ കല്ലറയോട് ചേർത്തിരുത്തി. തളർന്നുപോയ ആ ശരീരത്തെ ഏവരും താങ്ങിയിട്ടുണ്ട്. ഫാദർ അലോഷി ഡാനിയെ നോക്കി. പ്രിയപ്പെട്ട ഡാനി, റബേക്കയ്ക്ക് വേണ്ടി അവളുടെ കല്ലറയിൽ ഒരു ചുംബനം നൽകാൻ നിനക്കാകുമോ? അടുത്ത നിമിഷം ഡാനിയുടെ തല കല്ലറയ്ക്ക് നേരെ കുനിഞ്ഞു. ആ ചുണ്ടുകൾ വിറയ്ക്കുകയായിരുന്നു. കണ്ണുകളിൽ നിന്നും പൊഴിഞ്ഞു വീണ നീർത്തുള്ളികൾ കല്ലറയ്ക്ക് മുകളിലെ കരിഞ്ഞ പനിനീർപ്പൂക്കളെ നനയിച്ചു. അതുകണ്ട് റബേക്കയുടെ കല്ലറയ്ക്ക് മുകളിൽ നിന്നും ഫാദർ അലോഷി ആ വെള്ളിക്കുരിശെടുത്തു മാറ്റി.